ആക്ടേഴ്സിന് നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കോൾ പോലെ ഇങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ നമ്മളിങ്ങനെ ഇട്ടു. അപ്പോൾ പലരും ഇങ്ങനെ താല്പര്യം പറഞ്ഞു. പിന്നെ ചില ആൾക്കാരെയൊക്കെ നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, ഇന്നത് ചെയ്യണം. ചിലത് മാറി. അപ്പോൾ ചില കാര്യങ്ങൾ കൊണ്ട് ചില ഷൂട്ടൊക്കെ വന്നതുകൊണ്ട് അവർ മാറി. അങ്ങനെയൊക്കെ നമുക്ക് റീകാസ്റ്റ് ചെയ്യേണ്ടി വന്നു. ചില ആൾക്കാർ ആദ്യമേ നമ്മുടെ മനസ്സിൽ അതെ 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 ക്യാരക്ടർ നമ്മൾ അങ്ങനെ തന്നെ ആലോചിച്ചതാണ്. ഞാനും IG ഡിവോഴ്സിൽ ഒരുമിച്ച് ചേച്ചിയുടെ ഫസ്റ്റ് പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ദർ ഇസ് എ കണക്ഷൻ അതിനുശേഷം. അപ്പോൾ ചേച്ചി ഒരു ദിവസം പറയാണ് നമ്മൾ 24 hours ഒരു പടം ചെയ്യുന്നു, വിച്ച് ബ്രിങ്സ് മീ ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ്. എങ്ങനെയാ ചേച്ചി ഒന്നും പറയില്ല, പക്ഷേ ദർ ഇസ് എൻ ഇമ്മൻസ് ബിലീവ്. ചേച്ചിനെ അന്ന് കാണുമ്പോഴും ഞാൻ ചേച്ചിയുടെ അടുത്ത് എപ്പോഴും പറയാം, സീയിങ് എ വുമൻ ഡയറക്ടർ ഇസ് സംതിങ് വിച്ച് ഗീവ്സ് മീ എ ഗൂസ് ബം. അപ്പം അതിനുശേഷം ചേച്ചി എന്ത് പറഞ്ഞാലും ചേച്ചിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. വി ഹാഡ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻസൈഡ്. ഐ തിങ്ക് എവ്രി വൺ ഹാഡ് ക്വസ്റ്റ്യൻസ്, ഇതെങ്ങനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ ഓൾ വി ഡിഡ് വാസ് ലൈക്ക് ബ്ലൈൻഡ്ലി ട്രസ്റ്റിംഗ് ഹർ in the process. And the other thing is like I'll add on something. So നമ്മൾ പെട്ടെന്നൊരു വർക്ക് ചെയ്ത് തീർക്കുമ്പം വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകളുള്ളതുകൊണ്ട് എങ്ങനെ എല്ലാവരെയും കൂടെ കണക്ട് ചെയ്യാന്നുള്ളതിൽ ഐ വാസ് ആക്ച്വലി വെരി ഹാപ്പി ദാറ്റ് ഞങ്ങൾ ഒരു ദിവസം മുന്നേ മീറ്റ് ചെയ്തത് ഞങ്ങൾ പെട്ടെന്ന് കണക്റ്റഡ് ആയി എല്ലാവരും. ലൈക്ക് ആൻഡ് ദ പ്രോസസ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് പ്ലേ ബ്ലോക്ക് ചെയ്യുന്ന പോലെ ഞങ്ങൾ മുന്നേ ആക്ച്വലി അങ്ങനെ റിഹേഴ്സ് ഒക്കെ ചെയ്തായിരുന്നു. സോ we knew what we are going to do almost, like yeah, and I think that helped a lot. എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞാനൊരു വനിതാ സംവിധായകയുടെ കീഴിൽ അഭിനയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ത്രില്ലും ഒക്കെ എനിക്കുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി അടുത്തൊന്നും പഠിക്കാൻ കുറേ ഉണ്ട്. പ്രത്യേകിച്ച് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഒരു ഫുൾ ഫിലിം 74 മിനിറ്റുള്ള ഒരു സിനിമ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ചാലഞ്ച് തന്നെയാണ്. അപ്പോൾ അത് ഏറ്റെടുത്ത് ഇത് പൂർത്തിയാക്കിയതിൽ ഞങ്ങളുടെ സംവിധായകയോട് എനിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അത് മിക്സാണ് ആലോചിച്ചത്. അങ്ങനെ പ്രാക്ടീസ് എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ കൊടുത്തു, ഡയലോഗ്സ് നേരത്തെ കൊടുത്തു. പക്ഷെ നമ്മൾ അങ്ങനെ ഞാൻ പറഞ്ഞു, അതായത് നമ്മളങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് ആ ഒരു ഫീലും കൊണ്ടുവരരുത്, ആ ഒരു നാച്ചുറൽ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരുന്നു. ആക്ച്വലി ഏച്ചീനെ ഞാൻ ഇതിനു മുമ്പ് ഏച്ചീൻ്റെ ഡോക്യുമെൻ്ററി ചെയ്ത സമയത്തിൽ നമുക്ക് പരിചയമാണ് ആദ്യമായിട്ട്. അപ്പം ആ സമയത്ത് ആസ് എ വുമൻ ഡയറക്ടർ, നമ്മൾ ആസ് എ വുമൻ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ശരിയല്ല, എന്നാൽ ആസ് എ ഡയറക്ടർ എന്താ പറയുക, പെട്ടെന്ന് ഞാൻ ആക്ച്വലി ഒന്നും കേട്ടിട്ടുണ്ടായില്ല. ഓക്കെ ചെയ്യാം ചേച്ചി, ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറയുന്നു, ഞാൻ ചെയ്യാമെന്ന് പറയുന്നു, ഒന്നും കേട്ടിട്ടില്ല. പിന്നെ ലാസ്റ്റിൽ എനിക്ക് ടെൻഷനായി തുടങ്ങും, അയ്യോ എന്ത് ചെയ്യും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തോട്ടില്ല. ഞാൻ വിളിച്ചു വെച്ചപ്പോൾ ജസ്റ്റ് ഒരു 1 line ബട്ട് കോൺഫിഡൻ്റ് ആയിരുന്നു. ഓക്കെ, ബട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ ഒരു ദിവസം 2 ദിവസത്തിനുള്ളിൽ സാധനം ചെയ്ത് തീർക്കും ഒരു പടം? ആരോടും ഇവിടെ പറഞ്ഞാൽ ഒരു ദിവസമോ 2 ദിവസമോ എന്ന് പറയുന്നൊരു സാധനം ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പടം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഐ മീൻ വണ്ടർഫുൾ. ഭയങ്കര ആ ഒരു ലിമിറ്റഡ് ടൈമിൽ നിന്നുകൊണ്ട് ചെയ്തതും ഭയങ്കര രസമായിട്ട് എക്സ്പെരിമെൻ്റലി വർക്ക് ചെയ്ത് എനിക്കത് ഭയങ്കര ഒരുപാട് എലമെൻറ്റ്സിൽ ഉണ്ടായ മ്യൂസിക് ആയാലും പിന്നെ എല്ലാ ആസ്പെക്ട്സും ഇവരെല്ലാവരും ആക്ടേഴ്സിൽ ഇത് ഭയങ്കര ലൈവ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. കുറച്ചും കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനെക്കാട്ടി നല്ലൊരു റാപ്പോ ആക്ടേഴ്സ് തമ്മിൽ കുറേ കൂടെ ഉണ്ടാക്കാൻ പറ്റിയിരുന്നു ചിലപ്പോൾ. ബട്ട് ഓഫ് കോഴ്സ് വി ഡിഡ്ന്റ് ഹാവ് ദാറ്റ് മച്ച് ഓഫ് ഫിനാൻഷ്യൽ തിങ്സ്. സോ അതുകൊണ്ട് ബട്ട് ഐ തിങ്ക് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് അത് ഈ ഒരു പടം. അതെ 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 എല്ലാവരും കട്ടക്ക് നിന്നു എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു രസം. എല്ലാവരും മൂപ്പര് സാധാരണ ഇത്ര പ്രഷറിൽ ചെയ്യുമ്പോൾ ഡയറക്ടേഴ്സ് സാധാരണ ചീത്ത വിളി വരാറുണ്ട് സാധാരണഗതി. പക്ഷെ ഷീ വാസ് ബ്ലഡി പേഷ്യന്റ്, സോ പേഷ്യന്റ് എന്നുള്ള രീതിയിലായിരുന്നു. ഹോൾ ടു നമ്മൾ വർക്ക് ചെയ്ത അതെ 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 യെസ്. ബട്ട് ഇറ്റ്സ് നോട്ട് ഈസി വെൻ യു കം ഇൻ ടു ഇൻ പ്രഷറിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അത്ര ഈസി അല്ല. ബാക്കി നമുക്ക് റിലാക്സ് ചെയ്യാൻ ടൈം ഉണ്ട്. നമുക്ക് ഒരു
ഒരു ഹാഫ് ആൻ അവർ നമ്മൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എന്തെങ്കിലും ഹാഫ് ആൻ അവർ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഫോർ അസ് ഇറ്റ്സ് ലൈക്ക് വി ലോസ്റ്റ് 1 ഡേ എന്ന് പറയുന്നതാണ്. അപ്പോഴൊക്കെ നമുക്ക് ഉള്ളിൽ ദേഷ്യം വരും, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുക. പക്ഷെ വൺ തിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ആക്ടേഴ്സിനെ നമ്മൾ കൂളായിട്ട് നിർത്തുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഫൈനലി ദേ ഹാവ് ടു പെർഫോം. അപ്പം നമ്മൾ അവരുടെ മൂഡ് നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. എങ്കിൽ അവരുടെ പെർഫോമൻസ് നമുക്ക് കിട്ടത്തില്ല, നല്ലൊരു പെർഫോമൻസ് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ അങ്ങനെ ഷുവർ ആക്കിയിരുന്നു, അങ്ങനെ എൻ്റെ ടെമ്പർ ഒന്നും ലൂസ് ആവരുത്, അങ്ങനെ അവരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിർത്തണം. കാരണം എല്ലാവർക്കും ഈ ഒരു പേടിയുണ്ടായിരുന്നു നമ്മൾ എങ്ങനെ ഇത് ഫിനിഷ് ചെയ്യും എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അത് സാധിച്ചത് ഇവരെല്ലാവരുടെയും ഒരു ഡെഡിക്കേഷനും ഒരു സിൻസിയർ എഫേർട്ടും കൊണ്ടുവേണം. ഈ കോറിയോഗ്രാഫി ചെയ്തത് നോയലും ജാനകിയും കൂടിയാണ്. അപ്പോൾ അവരതിനെക്കുറിച്ച് പറയട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു താങ്ക് മിനി ചേച്ചി. കാരണം ഇപ്പോൾ എൻ്റെ വന്നിട്ട് രസമായിരുന്നു. അപ്പോൾ എനിക്കൊരു കോൾ വന്നു രാവിലെ. അപ്പോൾ ഞാനിങ്ങനെ ഉറക്കം എഴുന്നേറ്റ് വന്ന് ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു 10 മണിക്ക് ഷൂട്ടാണ്, നീ വരണം. സോ അവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുമോ എന്ന് ചോദിച്ചില്ല, ഇതാണ് നീ ചെയ്യേണ്ടത്. സോ വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് ദാറ്റ് ട്രസ്റ്റ് ഷീ ഹാസ് ഓൺ എവറി വൺ. അപ്പോൾ ഷീ നോസ് ഹൂ ഈസ് കേപ്പബിൾ ഓഫ് വാട്ട്. അപ്പോൾ ആ ട്രസ്റ്റ് ഭയങ്കരമായിട്ടുണ്ട് ചേച്ചിക്ക്. അപ്പം നമുക്ക് അടുത്തത് ഇന്നാണ് ഡയലോഗ്സ് അല്ല, പക്ഷേ ആ ഒരു ഫ്ലോ ഉണ്ട്. അപ്പോൾ അടുത്ത കൺഫ്യൂഷൻ ഇത് വേണോ വേണ്ട അങ്ങനെ ചോദ്യമേ വരുന്നില്ല അവിടെ. ആൻഡ് പീപ്പിൾ ഓൾ ആക്റ്റീവ്, വിളിച്ചാൽ എല്ലാവരും ഓൺ സ്പോട്ടിലുണ്ടാവും. ചേച്ചി ഒരു 5 മിനിറ്റ് ബ്രേക്ക് പോയാലും ഷീ ലൈക്ക് സൈലൻറ്റ്. പിന്നെ വൺസ് ഷീ കം ബാക്ക് ലൈക്ക് എ ബാങ്. പിന്നെ ഒരു സ്റ്റോറി പോലെ പോകുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഓൾ ബി എ പാർട്ട് ഓഫ് ഇറ്റ്. അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പാർട്ടി മൂഡിൽ തന്നെ ചെയ്തൊരു സിനിമയാണ്. അതിനകത്ത് എന്താണോ എന്നുള്ളതല്ല, ഒരു 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 കറക്റ്റ് ഒരു വൈബൊക്കെ പിടിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ സിനിമ ചെയ്തത്. പക്ഷേ എല്ലാം ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിൻചേച്ചിയുടെ ഒരു എന്താ പറയുക, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, എന്താണോ അവിടുന്ന് ഇൻസ്ട്രക്ഷൻസ് വന്നത് അതനുസരിച്ച് ഞങ്ങൾ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം എല്ലാ ക്രെഡിറ്റ്സും ആക്ച്വലി ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു മിനി ചേച്ചി. കഴിഞ്ഞ വർഷത്തെ അപ്പുറം എന്ന് പറഞ്ഞ സിനിമയിൽ ചേച്ചിയുടെ പെർഫോമൻസ് കണ്ടാൽ അറിയാം, ഷീസ് എ ബ്രില്യൻ്റ് ആക്ടർ. അപ്പം ഞങ്ങൾ ആക്ടേഴ്സിന് ചേച്ചി പറഞ്ഞു തരുന്നത് തന്നെ ഭയങ്കര ഈസി ആയിട്ടാണ്, വിത്ത് മോഡുലേഷനാണ്, വോയിസ് മോഡുലേഷനാണ് ചേച്ചി പറഞ്ഞു തരാറ്. അപ്പം നമ്മൾ വിചാരിക്കും ഇത് ഇത്ര എളുപ്പമാണോ, പക്ഷെ നമ്മൾ അതിലേക്ക് എത്താൻ കുറച്ച് പാടുപെടും. പക്ഷെ പറഞ്ഞു തരുന്നതും നമ്മളെ ഒരു ആക്ടറിനെ എങ്ങനെ സീൻ എങ്ങനെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളത് ചേച്ചിക്ക് നന്നായിട്ട് പറഞ്ഞു തരാൻ അറിയാം. ബിക്കോസ് ഷീ ഈസ് എ ബ്രില്യൻ്റ് ആക്ടർ. അത് കഴിഞ്ഞ വർഷത്തെ അപ്പുറം എന്ന് പറഞ്ഞ സിനിമയിൽ IFFK പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചേച്ചിയുടെ പെർഫോമൻസ് ഉണ്ടായാൽ ഇറ്റ്സ് എക്സ്പ്ലനേറ്ററി. നമ്മുടെ ക്രിയേറ്റീവ് ഡയറക്ടർ പ്രജിത്ത്, പിന്നെ അസോസിയേറ്റ് ശരത്ത്, DOP മൃദുൽ, പിന്നെ മ്യൂസിക് സൗണ്ട് ഡിസൈൻ മിഥുൻ മുരളി. അപ്പോൾ എല്ലാവരുടെയും അതായത് സ്വന്തം പ്രോജക്റ്റായിട്ട് എല്ലാവരും, പ്രത്യേകിച്ച് ഈ ടെക്നിക്കൽ ക്രൂ എന്ന് പറയുന്ന കാര്യം വെച്ചാൽ അവർ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു ഈ ഒരു പോസ്റ്റിൽ. അപ്പോൾ അവരുടെ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഒരു വർക്കിനോടുള്ള എൻ്റെ സിനിമ എന്നുള്ളത് മാത്രമല്ല അവരുടെയും കൂടി സിനിമ എന്നുള്ള രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ നമുക്ക് പൈസ വേണം, അല്ലെങ്കിൽ നമുക്ക് പാഷൻ വേണം സിനിമ ഉണ്ടാക്കാൻ. അപ്പോൾ അത് നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവർക്കും ഉണ്ടായിരുന്നു, കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ എനിക്കൊരു വിഷമമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു ദിവ്യ. സോ അവർക്കിവിടെ എത്താൻ പറ്റിയില്ല. അതുപോലെ മുബാറക്, അവർക്ക് എത്താൻ പറ്റിയില്ല. സൗമ്യയ്ക്കും എത്താൻ പറ്റിയില്ല. സോയും ദിവ്യയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ദിവ്യ നന്നായിട്ട് പെർഫോം ചെയ്തു. സുഖമില്ലായിരുന്നു ഷൂട്ട് നടക്കുമ്പോൾ. മുബാറക് മലയാളിയല്ല, ബംഗാളിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് മുബാറക്കിനെ. Thank you.